ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിലുണ്ടാവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ചർച്ച LDFിലായിരുന്നു. എന്തെല്ലാം തരം ചർച്ചകളാണ്, ആൾ ഒഴിഞ്ഞു പോക്കും വരവും എന്തെല്ലാം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അവരിനിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പുറത്ത് കുറച്ച് ചർച്ചയൊക്കെ ഉണ്ടാകും, അതങ്ങനെ നടക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ട് UDF ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡുണ്ട്. ആ UDFിൻ്റെ മെത്തേഡ് അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷി, മുന്നണിക്ക് നേരിടുന്ന കക്ഷി എന്നുള്ള ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ഒന്ന്. രണ്ടാമത് UDFിൻ്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ UDF ഘടകകക്ഷികളൊക്കെ ആയിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ലല്ലോ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്നതല്ലോ. കീഴ്വഴക്കമുണ്ടല്ലോ, അതിനുള്ള കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. ആ കീഴ്വഴക്കം അനുസരിച്ച് തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഗവൺമെൻറ്റുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ 2 വാക്കിൽ ഒതുക്കിയത്. ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം അനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു. ജനവികാരം പരിഗണിക്കൂല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോൺഗ്രസ് ലീഡർഷിപ്പ് ജനവികാരമൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UDFിൻ്റെ കീഴ്വഴക്കം അനുസരിച്ച് ഇവിടെ ഘടകകക്ഷികളോടൊക്കെ അവർ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയാണ് തീരുമാനമെടുക്കുക. ഞങ്ങളുടെ അഭിപ്രായം ആ സമയത്ത് പറയേണ്ടതേ ഉള്ളൂ. ഈ ലീഗിൻ്റെ മാത്രമല്ല, ഏത് ഘടകകക്ഷിയുടേതായാലും അപ്പം പറയേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച ചെയ്യുന്നതാണ്, കുറച്ച് നിങ്ങൾ ചോദിച്ചുണ്ടാക്കുന്നതാണ്, അതെല്ലാം കൂടിയാണത്. നമുക്കറിയാലോ, ഞങ്ങളതിൽ പങ്കെടുക്കണ്ട എന്നാണ് തീരുമാനം. പോഡ്കാസ്റ്റ്, പോസ്റ്റർ, ബാനർ, ഇങ്ങനെ പല രീതിയിലേക്ക് അത് പോകുന്നതൊരു അല്ല, അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. ഇപ്പോൾ ഓരോരുത്തർ പിന്നെ അവരവരുടെ എന്താ പറയുക കാഴ്ചപ്പാടുകളും അച്ചീവ്മെൻറ്റും ഒക്കെ പറയുന്നത്. ഞാൻ തന്നെ ഒന്ന് പറയാൻ പോയിരുന്നു, അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പിന്നെ വേണ്ട വെച്ചത്. അല്ല, പോർവിളിയൊന്നുമില്ല. പോർവിളിയൊക്കെ പണ്ടായിരുന്നു. കുറേ പഴയ പിറകോട്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ചയിൽ ഇപ്പൊ പോർവിളിയൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇന്നത്തെ താങ്കളെ സംബന്ധിച്ച് ഒരു 3-4 പതിറ്റാണ്ടായിട്ട് ഇത് വളരെ കൃത്യമായിട്ടാണ്. പക്ഷെ ആ സിസ്റ്റം കുറച്ച് മാറി. കാരണം മുൻകാലങ്ങളെക്കാൾ ഒരു പറ്റം നേതാക്കൾ കോൺഗ്രസിനുണ്ട്. നേതാക്കളൊരു സാധ്യത എന്ന് പറയുമ്പോഴും അത് ഒരു പ്രശ്നമേ ആകില്ല. അതായത് അതിലൊരു തെരഞ്ഞെടുപ്പ് പ്രശ്നപ്പോഴും ആവില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ശക്തമായ ലീഡർഷിപ്പ് ഉണ്ട്. ലീഗിനെ സംബന്ധിച്ചാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഏത് ചർച്ചയും കൺട്രോൾ ചെയ്യും. അപ്പോൾ UDFിന് അതിൻ്റേതായ ചില മെത്തേഡുണ്ട്. അപ്പോൾ LDFിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അതവിടെ കിടന്ന് മുഴങ്ങി അവസാനം നമ്മൾ പുറത്തറിയുമ്പോഴേക്ക് വൈകിട്ടുണ്ടാവും, അസുഖം മൂത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ കാലത്ത് കണ്ടല്ലോ. മറ്റ് ജനാധിപത്യപര രീതിയിൽ പ്രവർത്തിക്കുന്ന ചില പാർട്ടികളൊക്കെ ചർച്ച ചെയ്തിട്ട് പിന്നെ സുതാര്യമായി പോകും. അങ്ങനെ കരുതിയാൽ മതി. ചർച്ച ഒന്നും ഒരു കുഴപ്പവും ഉണ്ടാക്കൂല. വളരെ നല്ല തീരുമാനം, ശുഭ തീരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇലക്ഷൻ കഴിയട്ടെ. ഞങ്ങൾക്കിപ്പോൾ നടക്കുന്ന ചർച്ചയെക്കുറിച്ചൊന്നും അങ്കലാപ്പൊന്നുമില്ല. ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് UDFിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്ത് അവരുടെ തീരുമാനം, അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളുമായിട്ടുള്ള ചർച്ച, അതിന് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അപ്പുറത്തെ കസേരയിലുണ്ടാവും, ഞങ്ങൾ ഇപ്പുറത്തെ കസേരയിലുണ്ടാവും. എല്ലാവരും വേറെ വേറെ ചർച്ച ചെയ്യാനുണ്ടാവും. ഉദയകക്ഷി എന്നല്ല ഇതിന് പറയല്. പിന്നെ അത് ഉദയകക്ഷി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചുള്ള ചർച്ചകളുണ്ടാവും. UDFിൻ്റെ ഘടകകക്ഷികളൊക്കെ കോൺഫിഡൻസിലെടുത്ത് ജനവികാരം മാനിച്ച് അവരുടെ തീരുമാനം ഉണ്ടാവും. അവിടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷി എന്നുള്ളവർക്ക് അവരുടെ തീരുമാനം അവർ ചർച്ച ചെയ്ത് എടുക്കും.